തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പൂർണ്ണമായും LDFും UDFും ഒക്കെ കോഴിക്കോടും ഒപ്പം തന്നെ വടകരയും ഒക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ, എങ്ങനെയാണ് ഇത്തവണ കോഴിക്കോട് വടകര 2004 ആവർത്തിക്കും. അതിൽ വേറെ മാറ്റമൊന്നും ഒരു മാറ്റവും. ഈ കഴിഞ്ഞ ദിവസം വടകരയിലേക്ക് ഷാഫി പറമ്പിൽ വരുന്നു. ആ ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനടക്കം പറയുന്നു ടീച്ചർ വിസിറ്റിലാണ്. പക്ഷേ മറുപക്ഷത്ത് ഷാഫി വരുന്നത് പെർമനന്റ് വിസയിലാണ്. ഇനി വടകര തന്നെ കാണും. തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി ഗൗരവമായി നമ്മൾ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടണം. താൽക്കാലിക കയ്യടിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ലല്ലോ പറയേണ്ടത്. വളരെ ഗൗരവമായിട്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കഴിഞ്ഞ തവണ വടകരയിലും കോഴിക്കോടും കേരളത്തിലും BJPക്കെതിരെ ശക്തമായി നിലകൊള്ളാൻ സാധിക്കുമെന്ന് കരുതിയാണ് കൈപ്പത്തി ചിഹ്നത്ത് വോട്ട് ചെയ്തത്. ഒറ്റക്കക്ഷിക്കുള്ള മത്സരമാണെന്നുള്ളൊരു തെറ്റായ പ്രചരണത്തിൽ പെട്ടുപോയിട്ടാണ് അങ്ങനെ വോട്ട് ചെയ്തത്. പിന്നെയുള്ള 5 കൊല്ലത്തെ അനുഭവം പാർലമെൻറ്റിനകത്തും പുറത്തും BJPക്കെതിരെ ശബ്ദിക്കാൻ കോൺഗ്രസ് MP-മാരോ കോൺഗ്രസ് പാർട്ടിയോ തയ്യാറായില്ല. ഇതിൽ കടുത്ത പ്രതിഷേധമാണ് വടകരയിലെയും കോഴിക്കോട്ടെയും കേരളത്തിലെയും വോട്ടർമാരിലുള്ളത്. ആ പ്രതിഷേധം സ്വാഭാവികമായിട്ടും ഇത്തവണ ശക്തമായി ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറും. സാധാരണ രാജ്യസഭയിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം ജനങ്ങൾക്കില്ല. ഇപ്പോൾ ഒരു കോൺഗ്രസ് അംഗം രാജ്യസഭയിൽ വരാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കോ അല്ലെങ്കിൽ BJP അംഗം രാജ്യസഭയിൽ വരാൻ BJP പ്രവർത്തകർക്കോ LDF പ്രവർത്തകർക്കോ അവരുടെ LDF അംഗം ജയിച്ചു വരാനോ വോട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആലപ്പുഴയിലെ BJP പ്രവർത്തകർക്ക് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. രാജസ്ഥാനിൽ BJPക്ക് ഒരു MP ഉണ്ടാക്കി കൊടുക്കാൻ ആലപ്പുഴയിലെ BJP പ്രവർത്തകർക്ക് കോൺഗ്രസ് ഒരു അവസരം കൊടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടും. ഇനി രാജസ്ഥാനിൽ പോയി ആ രാജ്യസഭ അംഗമാകുന്നത് കേരളത്തിലെ ഏതെങ്കിലും BJP നേതാവാണോ എന്നും പറയാൻ പറ്റില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അതിനെ നയിച്ചുകൊണ്ട് BJPയുടെ ചാരപ്പണി എടുക്കുന്നവർ ഇനിയും കോൺഗ്രസിലുണ്ട്. ഈ പോയവരെക്കാൾ അപകടകാരികളാണ് അവർ. എന്തായാലും അത്തരത്തിൽ വലിയ പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് LDF ഇതിനോടകം കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലും അത്തരം ചർച്ചകൾ സജീവമാകുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിജേഷ് അമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.